അത് പ്രശ്നമില്ല, ഞാനതിൽ വരാം. ഓക്കെ. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിന്ന് ദാറ്റ് ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ സുഹൃത്ത്, ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത്, അറിയിച്ചത്. ഞങ്ങൾ എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ്. ഞാൻ ആദ്യം പറയുന്നത് 2018 മുതൽ 2021 ഇടയിൽ ഈ ഒരു ബന്ധം ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം 2 മാസം 3 മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു, ഇനി അങ്ങനെ ഒരു നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളൂ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല. ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ 15 വർഷത്തിലും അതിനെക്കാട്ടും കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്, അതുവരെ സിനിമയില്ല. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ, ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ അയാളെ വിളിക്കുന്നു, ഈ ഡയറക്ടറിനെ. എൻ്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. തിരിച്ച് എനിക്ക് ഡയറക്ടറിനെ കോൾ ചെയ്തു. ഹീ ഈസ് വെരി സോറി അബൌട്ട് ഇറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു, അത് വിപിൻ, നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട്, ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിൻ്റെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല, അതൊരു റെൻറ്റഡ് ആണ്. റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടാണ്, റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട്. എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടെ വരുന്നുണ്ട്, നിങ്ങൾ താഴെ വരൂ. ഇതായിരുന്നു സിമ്പിൾ സംഭവം. ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് സംസാരിക്കുന്നു, വെരി നെക്സ്റ്റ് ഡേ ഇത് ന്യൂസ് ആവുന്നു. ഞാൻ കേൾക്കുന്നതും പുള്ളീനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു, വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്ററായിട്ട് ഇത് പുറത്തു വരുന്നു. അതെ, ഒരാൾ എനിക്ക് തോന്നുന്നു ഫെഫ്കയിലും ഒരാൾ അമ്മയിലും ഉണ്ട്. രണ്ട് വിഷു ആണ്. ഞാനുമായിട്ട് ബന്ധം, രണ്ടാമത്തെ ഇഷ്യൂ വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു സെയിം ഒഫൻസ് പോലെ, എനിക്ക് അറിയില്ല മറ്റേ